എന്തോന്ന് ഭയങ്കര ജോലി. എന്തോന്ന് ജോലിയെന്നാ? നിനക്കെന്ത് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായി കണ്ടി? 11 മണിക്ക് സ്കൂളായി റെഡിയായി സ്കൂളിലെത്തണ്ടേ? അപ്പൊ അതിന്റെ തിരക്കാണ്. ലഞ്ച് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. എന്നാ പിന്നെ ഡിന്നറും കൂടെ ഉണ്ടാക്കാം. ചീര തോരനായി, ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, പയറ്, കിച്ചണൊക്കെ അതുപോലായിട്ട് കിടക്കുകയാണ്. പയറ്, പപ്പടം, ചോറ്, മീൻകറി, ചീരത്തോരൻ. ഇതാണ് ഇന്നത്തെ മെനു. പപ്പടം കാച്ചാൻ പോകണം. എണ്ണ ചൂടാക്കി. ഇന്ന് വേദയ്ക്ക് സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പൊ വേദ അവരുടെ കാർമൽ ഡേക്ക് കളിച്ച ഒരു ഡാൻസ് ഉണ്ടല്ലോ, ആ സെയിം തന്നെ ആനുവൽ ഡേക്കും കളിക്കാൻ പറഞ്ഞു. അങ്ങനെ വേദ പ്രോഗ്രാമിനുണ്ട്. 11 മണിക്ക് മുന്നേ ഫുൾ മേക്കപ്പ് എല്ലാം ചെയ്ത് റെഡിയാവേ എത്തണം. സമയത്തായി 9 മണിയായതേ ഉള്ളൂ. ഇനി എനിക്ക് കുളിച്ചിട്ട് വന്ന് വേദയെ റെഡിയാക്കണം. റെഡിയാക്കിട്ട് നമ്മൾ സ്കൂളിൽ പോകും അല്ലേ? എല്ലാം ആയി. ഇപ്പം തരാം, ഒരു മിനിറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം തരാം. വെയിറ്റ്. പപ്പടം കൂടി കാച്ചിയാൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അങ്ങനെ ഏകദേശം കിച്ചണിലെ പണികളെല്ലാം ഒതുക്കിയിട്ട് വേദയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കുക കേട്ടോ. പുട്ടും പയറും പപ്പടവും. പുട്ടും പയറും പപ്പടം ആയതുകൊണ്ട് ഇത് മൂന്നും അകത്തേക്ക് പോകണമെങ്കിൽ ഞാൻ തന്നെ എടുത്ത് കൊടുക്കണം. അങ്ങനെയാണ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്ത് കഴിഞ്ഞ ശേഷം വേണം എനിക്കൊന്ന് കുളിച്ച് റെഡിയായിട്ട് വേണം എനിക്ക് വേദയെ റെഡിയാക്കാനായിട്ട്. അവളുടെ സ്കൂളിലൊക്കെ പോകുന്നില്ലെന്ന് സുന്ദരിയായിട്ടൊക്കെ പോകണ്ടേ. അപ്പോൾ സുന്ദരിയാവാൻ പറ്റുമെന്ന് അറിയില്ല. ധൃതി പിടിച്ചൊക്കെ ഞാൻ റെഡിയാവണം. അത് കഴിഞ്ഞ് വേദ റെഡിയാക്കണം. എന്താവുമെന്ന് അറിയത്തില്ല. വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. അടുത്ത് ഞാൻ ഇനി കുളിക്കാനുള്ള സെറ്റപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു സ്കിൻ കെയർ ഞാൻ കാണിക്കാം. പ്യുവർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാറ്. ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിലെ ഒരു ക്ലിപ്പാണ്. എൻ്റെ ഫേസിൽ ഒരുപാട് ഡൾനെസ്സൊക്കെ ഫീൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇവിടെ വീട്ടിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കറക്റ്റ് സ്കിൻ കെയർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വന്നതാണ്. അതിപ്പോൾ കുറച്ചൊന്ന് ഓക്കെ വരുന്നുണ്ട്. വീണ്ടും ഞാൻ സ്കിൻ കെയർ എല്ലാം ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്യൂർ സ്കിന്നിൻ്റെ ഡീറ്റെയിൽ ആയിട്ടല്ല, ഒന്ന് ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് ഒരു നല്ലൊരു തീരുമാനമായിരിക്കും. അപ്പോൾ അവർ പറയുന്ന പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ബെറ്റർ ഫീലിങ്സ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാം എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും ഒരുപാട് കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെയാണ് ഞാൻ ഒന്ന് ഇതിനെപ്പറ്റി തപ്പി ഇറങ്ങിയപ്പോഴേക്കും ക്യൂർ സ്കിൻ ആപ്പിനെ പറ്റി അറിയുന്നതും. ആ ആപ്പിൽ നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് കഴിയും വരെ കൺസൾട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതിനൊരു കാശും ഒന്നും അവർ വാങ്ങത്തില്ല. അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നി. അങ്ങനെയാണ് മെയിനായിട്ട് ഞാൻ ക്യൂർ സ്കിൻ ആപ്പുമായിട്ട് കുറച്ച് കൂടുതൽ അടുക്കുന്നത്. അതുപോലെ തന്നെ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതൊരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആഫ്റ്റർ പർച്ചേസ് നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് എല്ലാം അഡീഷണൽ കുറേ ടിപ്പും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. അതായത് ഡയറ്റ് പ്ലാന്, ഒരു ദിവസം നമ്മൾ എത്ര വെള്ളം കൺസ്യൂം ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതുപോലെ ഒരു പ്രാവശ്യം നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിയാൽ മതി. അതൊരു മാക്സിമം ഒരു 3 മാസം വരേക്കും പോവും, അത് ഉറപ്പാണ്. അതുകൊണ്ടൊരു വർത്ത് പർച്ചേസിങ് ആണ് കേട്ടോ. സോ ഞാൻ ക്യൂർ സ്കിൻ ആപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട്. ആ കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു 100 ഓഫ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. അല്ലാത്തവർക്ക് വേണ്ടെങ്കിൽ നോക്കണ്ട. ഞാൻ പുതിയ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെയാണ് നമ്മുടെ സ്കിൻ കെയറിനെ പറ്റി പറയുന്നത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് കുറേ പേർക്കെല്ലാം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാമായിരിക്കും. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസ് എല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാവേ. എൻ്റെ സ്കിന്നിന് എന്തായാലും നല്ല സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് ക്യൂർ സ്കിൻ. അപ്പോൾ ഇനി അതിനെപ്പറ്റി വലിച്ച് ഞാൻ നീട്ടുന്നില്ല. ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഞാൻ ഒന്ന് റെഡിയായി വന്ന ശേഷം ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടോ. അതിന് മുന്നേ ഞാൻ വേദ റെഡിയാക്കിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ വേദ ഡ്രസ്സെല്ലാം മാറിയിട്ട് വന്നു. അങ്ങനെ വേദ ഞാൻ മേക്കപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ സ്കൂളിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ 9 മണി 10 മണിക്കൊക്കെ എത്തണമെന്ന് പറയും. ഇന്നിപ്പോൾ എന്തോ 11 മണിക്ക് ശേഷം എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വേദ കഴിഞ്ഞ കാർമൽ ഡേക്ക് കളിച്ച അതേ ഡാൻസ് തന്നെ സിസ്റ്റർ കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് തന്നെയാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഡ്രസ്സും സാധനങ്ങളും ഒന്നും വാങ്ങേണ്ടി വന്നില്ല കേട്ടോ. എല്ലാം പഴയ സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചത്. അതുപോലെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇന്ന് 11 മണിക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കളിച്ചൊക്കെ നിന്ന് കേട്ടോ. സമയമായപ്പോഴേക്കും ഓടി പിടിച്ചിട്ടൊക്കെ മേക്കപ്പ് ചെയ്യുകയാണ്. കുറേ കാര്യമായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യണ്ടേ, കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരി കുട്ടിയാക്കണ്ടേ. അപ്പോൾ വേദയ്ക്ക് ഡള്ളല്ല, വേദയ്ക്ക് ഒരുപാട് ഹെവി മേക്കപ്പ് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വേദ ഞാൻ ഹെവി മേക്കപ്പ് ചെയ്യാണ്ട് വിട്ടാൽ മിസ്സ് കുറച്ച് ഹെവി ആയിട്ടും അവിടെ മിസ്സുമാരെല്ലാം ചെയ്യും കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഹെവി മേക്കപ്പ്
മേക്കപ്പ് ചെയ്ത് വിടാമെന്ന് കരുതി. എങ്കിലും ഒരുപാട് ഹെവി അല്ല കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് ഹെവി മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല വേദയുടെ മുഖത്ത്. വേദയ്ക്ക് മേക്കപ്പ് ചെയ്യുന്നതേ ചേരത്തില്ല കേട്ടോ. വേദ വേറൊരാളായിട്ട് മാറും മേക്കപ്പ് ചെയ്തല്ല. അതുകൊണ്ട് എനിക്ക് വേദയിൽ മേക്കപ്പ് ചെയ്യുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇങ്ങനത്തെ ഫങ്ഷൻസൊക്കെ മീൻസ് പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഒരുപാട് ഹെവി അല്ലാത്ത രീതിയിൽ കുറച്ചൊന്ന് ലൈറ്റായിട്ടൊക്കെ ഞാൻ ചെയ്ത് വിടും. എനിക്ക് ഒരുപാട് ഹെവി ആയിട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ. വേദയ്ക്കും അത് ഇഷ്ടമല്ല. എങ്കിലും കുറച്ചൊന്ന് കാണുമ്പോൾ ഒരു മേക്കപ്പ് ചെയ്തൊരു ഫീൽ വരുന്ന രീതിയിൽ ഞാൻ ചെയ്യും. ആക്ച്വലി എനിക്ക് ഹെയർ നല്ല രീതിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നല്ലപോലെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അവസാന നിമിഷം സമയം കിട്ടിയില്ല. ഇവർക്ക് വട കെട്ടി പൂ വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് ബമ്പൊക്കെ ചെയ്ത് കുറച്ച് മെസ്സി ഹെയർ പോലെയൊക്കെ വെച്ച് ചെയ്യാനായിരുന്നു പ്ലാൻ. ബട്ട് നടന്നില്ല. സാധാ പോണി കെട്ടിയിട്ടല്ല വട കെട്ടി പൂവും സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. നടക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, സമയം ഉണ്ടായിരുന്നില്ല. ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരു 11 മണിയായപ്പോഴും എന്താ ഇവിടെ ഇത് ചെയ്തുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ സെറ്റ് ചെയ്ത് അരപ്പട്ടയും നെറ്റിച്ചുട്ടിയും എല്ലാ സംഭവമൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഞാൻ റെഡി ആയിട്ടില്ല. അപ്പോൾ ശരിക്കും 11 മണി എന്നുള്ളത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആവും. പക്ഷേ എങ്കിലും എനിക്ക് ഒരു ടൈം പറഞ്ഞാൽ ആ ഒരു സമയത്തിനുള്ളിൽ കുറച്ചുകൂടെ നേരത്തെ എത്തണം എന്നുള്ളൊരു പങ്ക്ച്വാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ഒരു മര്യാദ നമുക്കില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ റെഡിയാവാം എന്നൊക്കെ പറഞ്ഞ് ധൃതി പിടിക്കുന്നത്. കുറച്ചുകൂടെ എപ്പോഴും സ്കൂളിൽ പ്രോഗ്രാമിന് വേദ നേരത്തെ ചെല്ലാറുണ്ട്. കുറേ കുട്ടികളൊക്കെ ലേറ്റായിട്ടാണ് വരുന്നത്. പക്ഷേ എനിക്കൊരു ടെൻഷനാണ്, നേരത്തെ എത്തിയില്ലെങ്കിൽ മേ ബി അത് കഴിഞ്ഞാലോ, പ്രോഗ്രാം കഴിഞ്ഞാലോ, അയ്യോ ലേറ്റായി പോയാലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് പറയുന്ന കറക്റ്റ് സമയത്തെത്തും. ഇന്ന് ആദ്യമായിട്ടാണ് 11 മണിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടും 11 മണിക്കും ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ. അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കിടന്നൊന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഉറങ്ങി. രാവിലെ വേദയ്ക്ക് സ്കൂളിൽ പോകണ്ടല്ലോ, 11 മണിക്കുള്ള റെഡിയാക്കി വിട്ടാൽ മതിയല്ലോ എന്നൊക്കെ കരുതി ഉറങ്ങിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം. ലഞ്ച് മീൻകറിയെല്ലാം ഇന്നലെ വെച്ചു. പിന്നെ ചീര തോരൻ വെച്ചു. നമ്മുടെ മിക്സി ഉള്ളതുകൊണ്ട് തോരൻ അരിയാനൊക്കെ ഭയങ്കര ഈസി ആയിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ തോരനൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോൾ അത് എളുപ്പമായിരുന്നു. പിന്നെന്താ, പുട്ട്, പയറ്, പപ്പടം, അതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള പരിപാടികളായിരുന്നു. അതുകൊണ്ട് പതുക്കെ എണീറ്റാൽ മതി എന്നൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങിയതാണ് കേട്ടോ. പക്ഷേ ലേറ്റായിപ്പോയി. എനിവേ 11 മണിയായപ്പോഴേക്കും ഞാൻ വേദയെ റെഡിയാക്കി. എങ്ങനെയുണ്ട് വേദയുടെ ലുക്ക്? കോസ്റ്റ്യൂംസൊക്കെ പഴയതായതുകൊണ്ട് വേറെ അധികം ഇതില്ല. പിന്നെ മേക്കപ്പൊക്കെ ഞാൻ ചെയ്തതാണ്, ഹെയർ ഞാൻ ചെയ്തതാണ്. ഉദ്ദേശിച്ച പോലെ ഹെയർ ചെയ്യാൻ പറ്റിയില്ല. ജ്വല്ലറി എല്ലാം നമ്മുടെ തന്നെയാണ്. പൂവെല്ലാം വെച്ചു. അപ്പോഴാണ് വേദ പറയുന്നത്, അമ്മ മെഹന്തി ഇട്ടിട്ട് ചെല്ലാം മിസ്സ് പറഞ്ഞു എന്ന്. ഇനിയിപ്പോൾ എന്തായാലും മെഹന്തി ഇടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അൾട്ട ഇടാമെന്ന് പറഞ്ഞിട്ട് ഇരുന്ന അൾട്ടയെല്ലാം ബ്രഷിന് വാരി ഇങ്ങനെ തൂക്കുക കേട്ടോ. കഴിഞ്ഞ വേദയുടെ ഡാൻസിന് ഞാൻ ഈ അൾട്ടയെല്ലാം വാരി തേക്കുന്നത് കണ്ടിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു, ബ്രഷ് വെച്ചിട്ടല്ല കുറച്ചുകൂടി ഈസി ആവുമെന്ന്. സത്യം കേട്ടോ, ബ്രഷ് വെച്ചിട്ടപ്പോഴേക്കും കുറച്ചൊന്ന് നല്ല ഈസി ആയിട്ട് കറക്റ്റ് ഷേപ്പിന് കിട്ടി. ഈസി മീൻസ് ഷേപ്പിന് കിട്ടി. സർക്കിൾ മാത്രം ശരിയായില്ല, സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. അൾട്ട ഇട്ടിട്ട് സ്കൂളിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു വിരലിൽ അൾട്ട ഇട്ടില്ല കേട്ടോ. എന്തോ മറന്നുപോയെന്ന് തോന്നുന്നു. കാലിൽ അൾട്ട ഇട്ടില്ല, അതിനുള്ള സമയം കിട്ടിയില്ല. ഈ ധൃതി പിടിച്ചിട്ടപ്പോഴേക്കും തം ഫിംഗറിൽ അൾട്ട ഇല്ല. സ്കൂളിൽ ചെന്ന് നോക്കിയപ്പോഴേക്കും മറന്നുപോയി, കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങ് കളിച്ചു കേട്ടോ. അങ്ങനെ അൾട്ടയും ഇതെല്ലാം ഇട്ട് ഞാനും ഡ്രസ്സെല്ലാം മാറി വന്നു പെട്ടെന്ന്. ഞാൻ കരുതി വേദയേട്ടൻ കൊണ്ടാക്കേണ്ടി വരുമെന്ന് കരുതി. പക്ഷെ ഞാനും പെട്ടെന്നൊന്ന് ഡ്രസ്സെല്ലാം മാറി സെറ്റായി വന്നു. വേറെ എനിക്ക് മേക്കപ്പൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല കേട്ടോ. മേക്കപ്പൊന്നും ചെയ്യില്ല, ഒന്ന് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടുള്ളൂ. ഹെയറൊന്നും ഒന്ന് കെട്ടാൻ പോലും സമയം കിട്ടിയില്ല. പക്ഷേ അവിടെ പതുക്കെ ചെന്നാൽ മതിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പ്രോഗ്രാംസ് മീൻസ് ചീഫ് ഗസ്റ്റിൻ്റെയൊക്കെ സ്പീച്ച് നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ ലേറ്റായിട്ട് പോയാൽ മതിയായിരുന്നു. എനിക്കൊരു ടെൻഷൻ, താമസിച്ച് പോയാലോ എന്ന് കരുതി. എന്തായാലും ഈട് പിടിയെന്ന് പറഞ്ഞിട്ട് ഞാനും വേദന റെഡിയായി. അങ്ങനെ റെഡിയായി, ഞാൻ ഓടിപ്പടച്ച് റെഡിയായി. 10:45 എത്തണമെന്ന് പറഞ്ഞ് 11 മണിയായി. ഇനി പെട്ടെന്ന് അവിടെ പോട്ടെ. വേദ സുന്ദരിയായോ എന്ന് കമൻറ്റ് ചെയ്യണേ. അൾട്ടയെല്ലാം ഇട്ട് കമ്മലും മാലയും ഒക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ട്. എല്ലാം സ്പ്രെഡായില്ലേടാ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ വന്നപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, സ്പീച്ചൊക്കെ നടക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നത് പ്ലേബാക്ക് സിംഗർ അപർണ രാജീവാണ്. അപ്പോൾ പുള്ളിക്കാരുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വീണ്ടും കുറേ ലേറ്റായി. വേദയുടെ പ്രോഗ്രാം 11ാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞു. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കരുതി പോയിട്ട് ഇപ്പോൾ തന്നെ വരാം. കഴിഞ്ഞ കാർമൽ ഡേക്ക് പെട്ടെന്ന് അവരുടെ ഡാൻസ് കഴിഞ്ഞു കേട്ടോ. പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സ്നാക്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേദയെ വിളിച്ചു, വേദയുടെ ഫ്രണ്ട് വേദികയും വിളിച്ചിട്ട് അവർക്ക് കട്ട്ലറ്റും മായും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തു കേട്ടോ. വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. ആദ്യം വന്നപ്പോഴേക്കും സ്ഥലം ഉണ്ടായിരുന്നില്ല മുകളിൽ ഹാളിൽ.
താഴെ ഇരുന്നിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അവിടെ വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട്, അവിടെ ഇരുന്നു. അവിടെ നിന്ന് ഞാൻ പതിയെ മുകളിലേക്ക് കയറിയപ്പോഴേക്കും സീറ്റ് കിട്ടി. പിന്നെ വേദികയുടെ അമ്മ ഉണ്ടായിരുന്നു, വേദികയുടെ അമ്മയും ഞാനും കൂടെയൊക്കെ അങ്ങനെ കാര്യം പറഞ്ഞ് കുറേ സമയം ഇരുന്നു. ഇതും വേദയുടെ കൂടെ, വേദയുടെ വേറെ ഡിവിഷൻ 6th മോള്, വേറെ ഡിവിഷനിൽ പഠിക്കുന്ന മോളുടെ അമ്മയാണ്, നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് സ്റ്റേജിലൊന്നും കളിക്കുന്ന കുട്ടികൾ കളിക്കുന്നതൊന്നും കാണാൻ വയ്യ. അപ്പോൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും പാരൻസ് വിളിച്ചിട്ട് പോവുകയാണ്. ഞങ്ങളുടെ വേദയുടെ ഡാൻസ് കുറേ വീണ്ടും ലേറ്റായി കേട്ടോ. അപ്പോൾ വിശന്നിട്ട് വയ്യ, ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വേദികയുടെ അമ്മയും ഞാനും കൂടി ചായ കുടിക്കാനായിട്ട് വന്നു. ചായ എല്ലാം കുടിച്ചിട്ട് വന്നപ്പോഴേക്കും ഏകദേശം വേദയുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആണ് കുട്ടികളെ സ്റ്റേജിനടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ വേദയുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൊണ്ടുപോവുകയാണ്. അവരുടെ ക്ലാസ് മീൻസ് 6th തോന്നുന്നു. 3 സോങ് ഉണ്ട് അവർക്ക്. കണ്ണാമുച്ചി, പിന്നെ വേദയുടെ ഡാൻസ്, അയ്യോ മറന്നുപോയല്ലോ, ഞാൻ പോയി സെർച്ച് ചെയ്തു കേട്ടോ, ദ്വാദശീലയിൽ, പിന്നെ പ്രണവാലയ, ആ സോങ് 3 സോങ്ങാണ്. അതിൽ വേദ കളിക്കുന്നത് ദ്വാദശീലയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം കാമൽ ഡേക്കും അത് തന്നെയാണ് കളിച്ചപ്പോൾ സിസ്റ്ററിനൊക്കെ ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഡാൻസ് വീണ്ടും കളിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ വേദയൊക്കെ സ്റ്റേജിൽ കയറുകയാണ്. കുറേ സമയം വെയിറ്റ് ചെയ്തു. 2 മണി കഴിഞ്ഞു കേട്ടോ വേദയുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും. ഫസ്റ്റ് മറ്റ് 2 പേരുടെയും ഡാൻസ്, കണ്ണാമൂച്ചിയും പ്രണവാലയും കഴിഞ്ഞിട്ടായിരുന്നു വേദയുടെ ഡാൻസ്. ഇതിൽ ഞാൻ വേദയുടെ ഡാൻസ് ഇടുന്നില്ല, മ്യൂസിക് ഇടുന്നില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ട് പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ആയി പോകും. അതുകൊണ്ട് ഞാൻ വോയിസ് ഇടുന്നില്ല. വേദ കളിച്ച കുറച്ച് പോർഷൻസ് കാണിക്കാം, ഒരുപാട് കാണിക്കുന്നില്ല, കുറച്ച് പോർഷൻസ് കാണിക്കാം. ഇതവരുടെ കൂടെയുള്ള കുട്ടികൾ ഇത് കണ്ണാമൂച്ചി കളിക്കുകയാണ്. ആദ്യം കളിച്ചത് പ്രണവാലയ, ലാസ്റ്റാണ് വേദയുടെ ഡാൻസ്. പിന്നെ എനിക്കിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ആ കോൺസെൻട്രേഷൻ പോകും കേട്ടോ. കുട്ടികൾ കളിക്കുന്നത് അവരുടെ മുഖത്ത് നോക്കി തന്നെ ഇരുന്ന് കാണുമ്പോൾ അതൊരു വേറൊരു ഇതാണ്. ഫോണിലെടുക്കുമ്പോൾ നമ്മൾ ഫോണിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല. നേരിട്ട് കാണുന്ന ഒരു സുഖം ഈ ഫോണിൽ കാണുമ്പോൾ സുഖം കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുകയാണെങ്കിൽ പിന്നെ ആ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും. അവൾ കളിക്കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. എങ്കിലും കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കാർമൽ ഡേക്ക് കളിച്ചപ്പോൾ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് കവർ ചെയ്തായിരുന്നു. ഇത് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. സെയിം ഡാൻസ് തന്നെയാണല്ലോ, സെയിം കോസ്റ്റ്യൂം എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ വേദ ഭയങ്കര ഇതായിട്ടൊക്കെ കളിക്കുകയാണ്. വേദ കണ്ടോ, ഫ്രണ്ടിൽ നിൽപ്പുണ്ട് കേട്ടോ വേദ, ഫ്രണ്ടിൽ 3rd, ഇവിടെ നിന്ന് 2nd, അവിടെ നിന്ന് 3rd. ഓക്കെ, അങ്ങനെ വേദ കളിക്കുകയാണ്. വേദയ്ക്കും മറ്റേ വേദികയ്ക്കും ഞങ്ങൾ ചായ കുടിക്കാൻ പോയപ്പോൾ വീണ്ടും സ്നാക്സൊക്കെ വാങ്ങിക്കൊടുത്തായിരുന്നു കേട്ടോ. കാരണം ഒത്തിരി ലേറ്റായി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നില്ല. ഇനി എനർജി ഉണ്ടെങ്കിലല്ലേ നന്നായിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലഞ്ച് കൊണ്ടുവന്നില്ല, ലഞ്ച് കൊടുത്ത് വിടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോവാമല്ലോ എന്നും പറഞ്ഞിട്ട്, ഡാൻസ് കഴിഞ്ഞാൽ വേണമെങ്കിൽ കുട്ടികളെ വിളിച്ചിട്ട് പോവാം. അപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞ ഉടനെ വേദയും വിളിച്ചിട്ട് പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ വന്നതായിരുന്നു. പക്ഷേ ആ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയി കേട്ടോ. അങ്ങനെ എന്തായാലും വേദ രസമായിട്ട് കളിച്ചു. എല്ലാ കുട്ടികളും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ബൈഹാർട്ടാട്ടോ, അന്ന് കളിച്ചത് കൊണ്ട് നല്ല ബൈഹാർട്ടാണ്. ഇപ്പോൾ ഒരുപാട് പ്രാക്ടീസ് അവർക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ട് അവരെല്ലാം നന്നായിട്ട് കളിച്ചു. കർട്ടനും താഴ്ത്തി നേരെ ഞങ്ങൾ വീട്ടിലോടി എത്തി വന്ന് ലഞ്ചെല്ലാം കഴിച്ച ശേഷം ദേ ഈ സാധനങ്ങൾ പ്രോഗ്രാമിന് റെഡി ആവുന്നതല്ല പാട്. ദേ ഈ വക സാധനങ്ങൾ വാരിപ്പിറക്കി വയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വേദയെ കൂടെ കൂട്ടിന് വിളിച്ചിരിക്കുകയാണ്. സത്യം കേട്ടോ, ഈ സാധനങ്ങൾ അപ്പോഴത്തെ ധൃതിയിൽ വാരി വലിച്ചിടും. പിന്നെ വാരിപ്പറക്കി വയ്ക്കുമ്പോഴാണ് ദൈവമേ എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നത്. നമ്മളിതെല്ലാം ഒതുക്കിക്കൊണ്ടുവന്നപ്പോഴേക്കും ചീമ വന്നു. ചീമയ്ക്ക് വേദ ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പാവം എൻ്റെ വേദക്കുട്ടി എനിക്കും ആ ഗിഫ്റ്റ് തന്നു കേട്ടോ. അവളുടെ സ്കൂളിൽ എന്തോ എക്സിബിഷൻ നടന്നപ്പോൾ എനിക്കും ചീമയ്ക്ക് ഇങ്ങനെ പേരെഴുതിയ ഒരു ചെയിൻ കൊണ്ട് തന്നു. ഭയങ്കര രസം. ഞാനത് 3 ദിവസം അവൾ തന്നിട്ട് 3 ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടാലറിയാം. ആ ചെയിൻ ഞാൻ ഊരാതെ ഇട്ടേക്കാം കേട്ടോ. പാവം അവൾ ആ ഒരു എക്സിബിഷന് അവൾ പൈസ വാങ്ങിയിട്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവരാത്തതിന് ഞാൻ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ. പാവം. പക്ഷെ അവൾ എനിക്കും ചീമയ്ക്കും ഒക്കെ ഒരു ബാൻഡ് ഇങ്ങനെ കൊണ്ട് തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനി പൊട്ടുന്നവരെ ഞാൻ ഊരി മാറ്റില്ല എന്ന് കരുതി. അവൾക്ക് ശ്രീലക്ഷ്മി എന്നും എൻ്റെ ചെയിനിൽ ശ്രീകുട്ടി എന്നും പേരെഴുതി ഇങ്ങനെ അങ്ങ് തന്ന്. പാവം എൻ്റെ ചക്രക്കുട്ടി. കുട്ടിയുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു, വന്നു, കുളിച്ചു, റെഡിയായി, മേക്കപ്പ് എല്ലാം കളഞ്ഞു, കുളിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്താലോ? ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിടനെ കാണാം. അപ്പോഴേ ഞാൻ ക്യൂർ സ്കിന്നിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം കൂപ്പൺ കോഡും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് അത് പോയി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിടനെ കാണാം. ബൈ.